സുശീലൻ ഭാഗവതിനെ കുറിച്ചിട്ടുള്ള ഇതുപോലെ വളരെ ഏറെ പരിശ്രമങ്ങൾ നടത്തി ഇത്തരമൊരു രേഖ പുറത്തു കൊണ്ടുവന്ന എഴുത്തുകാരനും ഞാൻ ജീവിതത്തിൽ ആദ്യമായി കണ്ട യുക്തിവാദിയാണ് രാജഗോപാൽ വാഴക്കാരൻ. അപ്പോൾ യുക്തിവാദമാണ് പ്രധാന ജോലിയായിട്ട് എടുത്തേക്കുവാണ്. കോട്ടയത്തൊക്കെ എപ്പോഴും എല്ലാ സമ്മേളനത്തിനും മുൻനിരയിലുള്ള ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെയാണ് എപ്പോഴും ഞാൻ കാണുന്നത്. എനിക്കൊരു 16-17 വയസ്സൊക്കെയുള്ളപ്പോൾ ഇവരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ. അതേസമയം ജാതി വിരുദ്ധ നേരുകയും അതേസമയം തന്നെ യുക്തിവാദി, അതേസമയം തന്നെ എഴുത്തുകാരൻ, പ്രഭാഷകൻ, സംഘാടകൻ, ഇങ്ങനെ ജീവിതത്തിലുടനീളം ഇങ്ങനെ റെസ്റ്റില്ലാതെ പണിയെടുത്തൊരു മനുഷ്യനാണ് ഡോക്ടർ രാജഗോപാൽ. അദ്ദേഹമാണ് ഈ പുസ്തകം മലയാളിക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. എനിക്ക് നിമിത്തങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ മതപരമായ ഒത്തിരി വാക്കുകളൊക്കെ ഉണ്ട്. അവിചാരിതമായി സംഭവിക്കുന്ന കാര്യങ്ങൾ അത്ഭുതമുള്ള ഒരാളാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്നു, കഴിഞ്ഞ ദിവസം ഒരു 2-3 മാസമൊക്കെ ആയി കാണുന്നുണ്ട്, കൂടുതൽ മാസങ്ങളൊന്നും ആയിട്ടില്ല. ഞാനിപ്പോൾ താമസിക്കും മെഡിക്കലിനടുത്താണ്. ചെമ്മനംപടി എന്ന് പറയുന്ന ഒരു ശാന്തമായ സ്ഥലം. നമ്മളുണ്ടാക്കുന്ന നടപ്പല്ലാതെ ബാക്കി ആരും അടമ്പില്ലാതെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞാൻ കവലയിൽ ഒരു ചെറിയൊരു കടയുണ്ട് നടക്കണം. എനിക്ക് പുക വലിക്കുന്ന ശീലമുള്ള ഒരാളാണ്. കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നേരത്തെ വലിക്കുമായിരുന്നു, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എങ്കിലും ഇടയ്ക്ക് വലിക്കാൻ തോന്നുന്നു വലിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീട്ടിൽ നിന്നും കവലയിലേക്ക് വന്നപ്പോൾ ഒരാൾ വലിയ പ്രായമൊന്നുമില്ല, എന്നേക്കാൾ വരാതായിരിക്കും. ഒരാളിങ്ങനെ വന്നിട്ട് എന്നോട് ചോദിച്ചു, സണ്ണി സാറാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സുശീല ഭാഗവതരുടെ മകളാണ്. മാത്രവുമല്ല, ഞാൻ ചങ്ങനാശ്ശേരി NSS കോളേജിൽ സാറ് പഠിക്കുന്ന സമയത്ത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് പറയുന്നത്. ഞാൻ തികച്ചും അത്ഭുതപ്പെട്ടു പോയൊരു കാര്യമായി. വളരെ അവിചാരിതമായി സംഭവിച്ചൊരു സംഗതിയാണെങ്കിലും സുശീലൻ ഭാഗവതർ എനിക്ക് ദീർഘകാല പരിചയമുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിയെടുത്ത ഒരു സമര സന്ദർഭത്തെ എൻ്റെ ജീവിതത്തിന് പ്രദാനം ചെയ്ത ഒരാളാണ് സുശീലൻ ഭാഗവതർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രേഖ പ്രകാശനം ചെയ്യുന്ന സമയത്ത് അന്ന് രാജേശ്വരി എന്നാണ് മറ്റേ അങ്ങനെയാണ് പറയുന്നത്. സ്കിൻ വളരെ ഗൗരവമായിട്ടുള്ള ഒരാളാണ്. ആളുണ്ടോ ഇവിടെ? ശരി. അപ്പം ഇത്തിരി ചെറിയ കാര്യങ്ങൾ മറക്കില്ലാത്ത ഒരാളായിരുന്നത്. ചെറിയ കാര്യമാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നാം, പക്ഷേ എനിക്കതൊരു വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞത് അത് അവിചാരിതമായി സംഭവിക്കുന്നതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് ഞാൻ രാത്രി എൻ്റെ വീട്ടിൽ ഞാൻ ജെസ്സിയോട് ദീർഘമായി ഈ കൊച്ചി സമരത്തെക്കുറിച്ച് പറയാനുണ്ട്. അന്ന് കൊച്ചി സമരത്തിൽ 10-30 വയസ്സുള്ള സമയത്ത് ഇടപെടുന്ന ഒരു ഘട്ടമാണ്. അന്ന് അതിൻ്റെ ആൾബലവും സംഘബലവും അതിൻ്റെ നട്ടെല്ലും ജീവനാടിയായിട്ട് യഥാർത്ഥത്തിൽ അവശനായിരുന്ന ചാച്ചനായിരുന്നു. തട്ടയിലൊക്കെ അന്ന് കുറേ നാളുകൾ പോയിട്ടുണ്ട്. അദ്ദേഹം അന്ന് ആ അവസ്ഥ നിലയിൽ അദ്ദേഹം പാട്ടൊക്കെ പാടുകയാണ്. ചില ദിവസങ്ങൾ നല്ല മൂടൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ചിങ്ങവൻ സിസ്റ്റേഴ്സിൻ്റെ കഥാപ്രസംഗം നടക്കും. അന്ന് എനിക്കൊരു 6 വയസ്സ് 7 വയസ്സിലാണ്. ഞാൻ കഥയൊന്നും ഓർക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ ട്രെയിൻ പോകുന്നൊരു സൗണ്ട് ഇങ്ങനെ 2 ചേച്ചിമാർ സ്റ്റേജിൽ നിൽക്കുന്ന എനിക്ക് നല്ല ഓർമ്മ. പിന്നെ കുറച്ച് തടിക്കൊരു മനുഷ്യൻ ഹാർമോണിയം വായിക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് പാട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. അന്ന് കേട്ടില്ല, കുഞ്ഞുണ്ടായിരുന്നു, മറന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഈ കയ്യിലിങ്ങനെ മുത്തുള്ളൊരു സാധനം കൊണ്ട് ഈ പുറകിൽ നിൽക്കുന്ന ആള് മുത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ ജിമ്മുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന അതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യം കാണുമോ. ചിങ്ങവനം സിസ്റ്റേഴ്സിൻ്റെ പരിപാടിക്ക് ആദ്യം കാണും. അതുകൊണ്ട് ചിങ്ങവനം സിസ്റ്റേഴ്സ് എന്നത് എൻ്റെ ബാല്യകാല ഓർമ്മയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മോഡ് മുഴുവൻ ഇളകി വരികയാണ് ഈ ചിങ്ങവനം സിസ്റ്റേഴ്സിൻ്റെ കഥാപ്രസംഗം കേൾക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അന്നത്തെ 70കളുടെ ഒരു ഘട്ടത്തിൽ 60കളുടെ ഒരു ഘട്ടത്തിൽ
ഒരു ജനാവലിയെ ആകർഷിക്കാൻ കഴിയുന്ന വിധമുള്ള മേന്മയുള്ള ഒരു കലാകാരനായിട്ടാണ് അദ്ദേഹം ജീവിതത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്നത് എന്നത് ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ അത്ഭുതമാണ്. അന്ന് ആള് വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ നാട്ടുപുറത്തെ മനുഷ്യരാണ്. അവരാ വരുന്നത് കഥാപ്രസംഗം കേൾക്കാൻ, നാടകം കാണാനൊക്കെ അന്ന് കൂട്ടത്തോടെ വരുന്ന സാധാരണ മനുഷ്യർ. കേരളത്തിലെ സിനിമാ ചരിത്രം എഴുതിയിട്ടുള്ളവർ പറയുന്നൊരു കാര്യമാണ്. ആദ്യഘട്ടത്തിൽ ഈ സിനിമ നമുക്ക് തിയേറ്ററിലായിരുന്നു, സ്ഥിരം തിയേറ്ററില്ല. ഇങ്ങനെ ഓടുന്ന സിനിമയാണ്. കോട്ടയത്ത് 10 ദിവസം ചങ്ങനാശ്ശേരി, 5 ദിവസം ചെങ്ങന്നൂർ, അങ്ങനെ. അപ്പോൾ ദീപികയിൽ അന്ന് വന്ന ഒരു എഡിറ്റോറിയലിനെ കുറിച്ച് പറയുന്നു. ആലപ്പുഴയിൽ സിനിമ നടക്കുക, ആലപ്പുഴയിലുള്ള കയർ തൊഴിലാളികളും വർഷത്തൊഴിലാളികളും സിനിമ ഇടിച്ചിരിക്കുക, വേറെ നിൽക്കുക. അപ്പോൾ അന്ന് ദീപിക പത്രത്തിൽ വന്ന എഡിറ്റോറിയൽ പറയുന്ന ഒരു കാര്യം, ഈ സിനിമാ പ്രദർശനം നിരോധിക്കണമെന്ന്. എന്തുകൊണ്ടെന്നാൽ ഇവരെല്ലാവരും കൂടി വന്ന് കുത്തിയിരുന്ന് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നാട്യന്മാരുടെ കഥയല്ല സിനിമയെന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ഇവിടെ കുറേ ചില പ്രത്യേക ക്ലിക്ക് ജാതി എന്നാണ് ഞാൻ അതിനെ പറയാം. നിങ്ങൾക്ക് വേണേൽ ക്ലിക്കെന്ന് വിളിക്കാം. എന്ന് വിളിച്ചാലും സംഭവം ഒന്ന് തന്നെ. കുറേ പേര് ഇങ്ങനെ വളഞ്ഞു വെച്ചിരിക്കുന്ന ഈ സംഗതി, സിനിമ എന്ന് പറയുന്ന കലാരൂപം കേരളത്തിൽ ജനപ്രിയമാക്കിയത് പാടത്തും പറമ്പിലും കയർച്ചാലകളും പണിയെടുത്ത തൊഴിലാളികളാണെന്നുള്ള കാര്യം മറന്നുപോകണ്ട സാംസ്കാരിക കേരളം. അന്ന് സാംക്രമിക രോഗം പടർത്തു എന്ന് പറഞ്ഞ മാന്യന്മാരുടെ മക്കളാണ് ഇപ്പോൾ സിനിമയിലെ ആൾക്കാർ. അന്ന് സിനിമ കാണാൻ ഇടിച്ചു നിന്ന മക്കളിപ്പോൾ പാടത്താണ്. ഇതുകൂടി നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകും. ഇത് പറയുമ്പോൾ സണ്ണിയോ നാക്കെടുത്ത ജാതി കുറവാണ്. ജാതി കുറവും തീരുന്ന വരെ പറയും. ഏത് ഞാൻ തീരുന്നവരല്ല, ജാതി തീരുന്നവരെ അത് പറയും. പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനകത്തൊരു ഒരു ഖണ്ഡികയാണ്. ഞാൻ പറയും, ഈ ഭാഗവതർ എന്തുകൊണ്ട് ജീവിതം തകർക്കപ്പെട്ട ഒരു മനുഷ്യനായി മാറി എന്നത് ഞാൻ എന്തായാലും ഒരു സമുദായത്തിൻ്റെയോ ആ കുടുംബത്തിൻ്റെയോ ഒരു പ്രശ്നമായി കാണുന്ന ആളാണ്. അങ്ങനെ വേറൊരു കാര്യമുണ്ട്. അതിനകത്ത് അവർക്ക് പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷെ ആ പ്രശ്നം നമ്മൾ തടഞ്ഞിരിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകണം. ഇതിനകത്ത് പറയുന്നൊരു കാര്യമില്ല. ഞാൻ വായിക്കാം. 2010 കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജാ പുരസ്കാരം ചിങ്ങവനം സിസ്റ്റേഴ്സിനായിരുന്നു. എന്നാൽ ആ അവാർഡ് വാങ്ങിയത് ശാരദയോ വസുമതിയോ ആയിരുന്നില്ല. ശാരദയും വസുമതിയോ ആണ് ഈ ഭാഗവതരുടെ ചിങ്ങവനം സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ പഠിക്കാൻ വന്ന കുട്ടികൾ ആയിരുന്നില്ല. കുഴിമറ്റം കടിയാൻതുരുത്തി പത്മനാഭപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകൾ രത്നമ്മയും രാധാമണിയുമായിരുന്നു. രത്നം സിസ്റ്റേഴ്സ് എന്ന പേരിൽ ഇവർ കഥകൾ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ചിങ്ങവനം സിസ്റ്റേഴ്സ് എന്ന അവാർഡ് ഇവർ വാങ്ങിയതിൻ്റെ പിന്നിലെ ദുരൂഹത വ്യക്തമല്ല. ചിങ്ങവനം സിസ്റ്റേഴ്സിന് അതിനകം കേരളത്തിലെ കലാലോകം ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ രത്നം സിസ്റ്റേഴ്സിനെ പറ്റി ദേശാഭിമാനിയുടെ സ്ത്രീ പതിപ്പിൽ, മലയാള മനോരമയുടെ പെൺപതിപ്പിൽ ഫീച്ചറുകൾ വന്നു. ഇതിൽ നല്ല അഭിപ്രായം നമുക്കെല്ലാം എന്തെങ്കിലും മനസ്സിലായോ? നമുക്ക് ഈ സാംസ്കാരിക കേരളത്തിന്, സാംസ്കാരിക കേരളം എന്ന് പറയുന്ന നവോത്ഥാനത്തിലൂടെ കടന്നു വന്ന മാന്യന്മാരുണ്ടല്ലോ, അവർക്കിത് മനസ്സിലാവില്ല എന്താ ഈ സംഭവിച്ചത്. ഇതിൻ്റെ പേരാണ് ജാതി എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഇതിൻ്റെ പേര് ഇതെന്നെ തുറന്നു പറയുമ്പോൾ ആരും അങ്ങനെ നെറ്റി ഉള്ളിയൊന്നും പറയാൻ പ്രാപ്തിയുള്ളൊരു തലമുറ ഇവിടെ ഉണ്ടായിട്ടില്ല. ഭാഗവതര ചുറ്റിപ്പറ്റിയൊക്കെ തന്നെ ഉണ്ടായതാണ്. തെയ്യങ്കളി ചുറ്റിപ്പറ്റി ഉണ്ടായതുപോലെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാൻ കൂടുതൽ സംസാരിക്കണം. കുറേ നാളായിട്ട് ഞാൻ വയ്യാതെ ഈ ഹർത്താലൊക്കെ പറഞ്ഞ് ഭാഗവത നടത്താം. വലിയൊരു ക്ഷീണവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഭാഗവതരോട് എനിക്കുള്ള ഏറ്റവും വലിയ സ്നേഹവും ബഹുമാനവും ഏതാണ്ട് 90കളുടെ മധ്യമാകുമ്പോൾ കേരളത്തിലെ ദലിത് മൂവ്മെൻറ്റുകൾ പൂർണ്ണമായി അസ്തമിച്ചു കഴിഞ്ഞു. ദലിത് മൂവ്മെൻറ്റുകളൊന്നുമില്ല. പല സമുദായ സംഘടനകളൊക്കെ അവിടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്.
അത് കഴിഞ്ഞ് പിന്നീട് ഈ മധ്യ കേരളത്തിൽ ഒരു ഉണർവുണ്ടാക്കുന്നത്, കേരളത്തിൽ തന്നെ ഉണർവുണ്ടാക്കുന്ന ഒരു സമരം എന്ന് പറയുന്നത് ഈ കുറിച്ചി സമരം എന്നറിയപ്പെടുന്ന കുറിച്ചി ശ്രീധരൻ്റെ ആത്മാഹൂതിയും അതിൻ്റെ ആ ഇലവൻകേവിയായി മുറിച്ചു മാറ്റവുമായി ബന്ധപ്പെട്ട സമരമാണ്. ഞാനിങ്ങനെ അന്ന് LIC ജോലിയുള്ള ഒരാളാണ്. അപ്പോൾ കോട്ടയത്താണ് താമസം. അപ്പോൾ അന്ന് പത്രത്തിൽ രാവിലെ അറിയുന്നു ഇതുപോലെ അവിടെ കുറിച്ചി ഒരാൾ ആത്മാഹൂതിക്ക് ശ്രമിച്ചു. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ മെഡിക്കൽ കോളേജിൽ പോയി കാണുന്നു. അന്ന് വൈകുന്നേരം ഇവിടെ വരുന്നു. കുറിച്ചി സമരം കുറച്ച് വിശാലമായ അർത്ഥത്തിൽ ശക്തിപ്പെടുന്നു. അന്ന് ഏകദേശം ഒരു 80 വയസ്സിന് മുകളിൽ കാഴ്ചയിൽ തോന്നുന്ന ഒരാളാണ് ചാച്ചൻ. ചാച്ചനാണ് ആ സമിതിയുടെ ചെയർമാൻ. അദ്ദേഹം ചെയർമാനായിരിക്കുക മാത്രമല്ല, KCS എന്ന് പറയുന്നതാണ് ഈ കേരളത്തിലെ സമുദായ സംഘടനകളിൽ മതേതര സ്വഭാവമുള്ള ഒരേ ഒരു സംഘം KCS ആണ്. അതിൻ്റെ വക്താവായിരുന്നു ചാച്ചൻ. അതുകൊണ്ട് നമ്മൾ അറിയണം. വെറുതെ ഞങ്ങളുടെ ജാതി എന്ന് പറഞ്ഞുള്ള ആളല്ല. അദ്ദേഹം ഒരു വലിയൊരു ക്രൈസിസിനെ മറികടന്നൊരു സംഘടനയെ കെട്ടിപ്പടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും ചേരമറന്ന ഒരു ബോധ്യത്തിൽ ആൾക്കാർ ഉറച്ചു നിൽക്കും. ഇതിൻ്റെ വികസിത രൂപമാണ് ദളിത് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നതിലേക്കാണ് അത് എത്തുന്നത്. അതിൽ ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കണ്ട എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ ഈ പ്രദേശത്തെ KCS നല്ല ശക്തമായ അടിത്തറയുണ്ട്. ആ KCSന് ഈ കുറിച്ചി സജീവത്തോര കോളനിയിൽ തന്നെ വളരെ ശക്തമായൊരു യൂണിറ്റ് ഉണ്ട്. അപ്പം അന്ന് വളരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി ആയിരക്കണക്കിന് മനുഷ്യരുടെ ഒരു റാലിയൊക്കെ നടത്തി. ആ റാലിയുടെ ബഹളത്തിനിടയ്ക്ക് ഇലവൻകേവിയും മുറിക്കുകയും 7 പേർ പ്രതികളാകുകയും ചെയ്ത സമരമാണ് യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ട എൻ്റെ സാമൂഹ്യ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവന്ന് ഉറപ്പിച്ചു നിർത്തി. അതിനുശേഷമാണ് ഞാൻ കേരളത്തിൽ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് എനിക്ക് നൽകിയത് കുറിച്ചി സമരമാണ്. അതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നത് ചാച്ചനാണെന്നുള്ളത് അദ്ദേഹത്തിന് ഈ വളരെ വയസ്സായ കാലത്ത്, ഈ പറഞ്ഞ അവഗണനയെല്ലാം നേരിടുന്ന കാലത്തും സാമ്പത്തികമായി ദുർബലമായിരിക്കുന്ന കാലത്തും അദ്ദേഹം സമൂഹത്തോട് കാണിച്ച പ്രതിബദ്ധത എന്നെ സംബന്ധിച്ച് വലിയ മാതൃകയും ആവശ്യവുമുണ്ട്. അതാണ് സുശീലൻ ഭാഗവതരുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ കാണേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് കാര്യം പൊതുവിൽ പറയാനുള്ളത്. അതിലൊന്ന്, അയ്യങ്കാളി മുതൽ തുടങ്ങുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൽ സുശീലൻ ഭാഗവതരുടെ അടക്കം, തിരുവാർപ്പുക്കുട്ടനടക്കം, വൈകീലക്കുറ്റനടക്കം, കൃഷ്ണാദിയാസനാണ്, ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത് എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് കേരളം പറയുന്ന ഉത്തരം അപൂർണമാണ്. അവരുടെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു, അവർക്ക് സംഘടന ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പഠിപ്പിച്ചു, അവരുടെ വഴി നടക്കാൻ പഠിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളാണ് വിശദീകരണം. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് പെർഫോമിംഗ് റൈറ്റിന് വേണ്ടി മറ്റേതൊരു മനുഷ്യനെ പോലെയും കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന പുതിയൊരു കർത്തൃത്വമാണ് ഇവരിലൂടെയെല്ലാം പ്രകാശിതമായി. ഈ കർത്തൃത്വമാണ് പ്രശ്നമായി മാറുന്നത്. അതായത് അയ്യങ്കാളി അവിടെ ചെയ്യുന്നത് കേവലമായി വഴി നടക്കാനായിട്ടുള്ളൊരു സംഗതിയല്ല, മറിച്ച് മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങൾക്കും വഴി നടക്കാൻ അവകാശമുള്ളതൊരു പുതിയൊരു പെർഫോമൻസ് റൈറ്റാണ്. മനുഷ്യന് വേണ്ടത് പെർഫോമൻസ് റൈറ്റാണ്. അടിസ്ഥാനപരമായി വേണ്ടത് അവന് ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാനുള്ള അവകാശമാണ് വേണ്ടത്. അതൊരു സബ്ജക്റ്റിന് മാത്രമേ പറ്റൂ, കർത്താവിന് മാത്രമേ പറ്റൂ. അത് ഒബ്ജക്റ്റിന് പറ്റില്ല, വെറുതെ ഇരിക്കുന്നതിന് പറ്റില്ല. സക്രിയമായ സബ്ജക്റ്റിന് മാത്രമേ അത് പറ്റൂ. അപ്പോൾ ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ
ഈ ഈ സബ്ജക്റ്റിവിറ്റിയാണ് 28-ാം തീയതി ചോദ്യം ചെയ്തത്. നിങ്ങൾ ആരാണ് ഹർത്താൽ നടത്താനെന്ന് മലയാളി കേരളത്തിലെ ദളിതരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നതിൻ്റെ അർത്ഥം നിനക്കതിന് പ്രായമായില്ലെന്നാണ്. ദളിതർക്ക് അതിനുള്ള പ്രായമായി, നിനക്ക് വളർച്ചയെത്തിയില്ലെന്നാണ് ഈ പറയുന്നത്. അത് കയ്യിലിരിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. വളർച്ചയെത്തിയും തന്നെ ഞങ്ങൾ പറയുന്നത്. മറ്റാരെപ്പോഴും അതാണ് അയ്യങ്കാളി എന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് മറ്റാരെപ്പോഴും പ്രവർത്തിക്കാറില്ല. അദ്ദേഹം ഈ പ്രജാസഭയിലേക്ക് കയറി ചെന്ന് ആദ്യം ചെയ്യുന്ന പ്രസംഗം തന്നെ എത്രയോ ഉത്തമമായ പ്രസംഗമാണ്. സംശുദ്ധമായ മലയാള ഭാഷയിലാണ് അയാൾ സംസാരിച്ചത്, അയ്യങ്കാളി സംസാരിച്ചത്. കൊയ്യലപ്പച്ചൻ എഴുതി കൊടുത്ത മെമ്മോറാണ്ടങ്ങൾ നമുക്ക് ലഭ്യമാണ്, വായിച്ചു നോക്കണം. എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പെർഫോമൻസ് റൈറ്റാണ് പ്രശ്നം. അപ്പം നമ്മൾ ഈ പെർഫോമൻസ് റൈറ്റിൻ്റെ ഒരു പ്രോബ്ലം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ സാമൂഹിക വിജ്ഞാനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ജാതി ആരുടെ കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത്? ജാതി ആരുടെ കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത്? ദളിതരുടെ കാര്യം എന്ന് വിചാരിക്കുന്നു, പട്ടികവർഗക്കാരി ഇതൊക്കെ കാര്യമൊക്കെ. സവർണന്റെ ജാതി ഒരു പ്രോബ്ലം ആണെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നു? സവർണന്റെ ജാതി ഒരു പ്രോബ്ലമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആർക്കും തോന്നുന്നു? ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ജാതി എന്നത് ദളിതരുടെ എന്തോ പ്രശ്നം, അവരുടെ പിന്നോക്കാവസ്ഥയുടെ പ്രശ്നം. അവർ പമ്മി നിൽക്കുക, അവരിങ്ങനെ നേരെ കയറി വന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ. നമ്മൾ പമ്മി നിൽക്കുക, എനിക്ക് എന്നെ ചെയ്യാൻ പറ്റുമെന്നായി ചോദ്യം. അവനെ കയറി വരുന്നില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നായി ചോദിക്കണം. അതിനൊരു ഉത്തരം ടോണി മോറിസൺ പറഞ്ഞില്ല. ടോണി മോറിസൺ ലോകപ്രസിദ്ധ എഴുത്തുകാരിയാണ്. അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിലൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് നടന്നു വന്നാൽ ഞാൻ ഗ്ലാസ്സിൽ തട്ടി വീഴുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അദൃശ്യമായ വിലക്കുകളിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്ര അദൃശ്യമായ അനേകം വിലക്കുകളിലാണ് ഈ ജനത ജീവിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സാധാരണ യാത്രക്കാർ, സാധാരണ മനുഷ്യർ, സാധാരണ പുരുഷന്മാർ ഒക്കെ ഈ സമരക്കാരോട് തട്ടിപ്പോയി. ഒരു കാര്യമായിട്ട് മനസ്സിലാക്കി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. ആരുമായിട്ടെന്ന് ഹർത്താലുകാർ 50 പേര് നിൽക്കുക. അവിടെ ചെന്ന് നിങ്ങൾക്ക് ആരാടാ ഹർത്താൽ നടത്താമെന്ന് ചോദിച്ചാൽ ചോദിക്കണോ അടിക്കണോ കഴിക്കണം നിങ്ങൾ പറഞ്ഞാൽ ഇവനെന്ത് റൈറ്റ് ചെയ്ത് വന്ന് ചോദിക്കാൻ? അവൻ്റെ ജാതി അഹങ്കാരമാണ് അവനെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. ഈ കറുത്ത തൊലിയുള്ള മനുഷ്യരോട് ഇതൊക്കെ ചോദിക്കാൻ എനിക്ക് ജന്മന അവകാശമുണ്ടെന്ന് പറയുന്ന അടിക്കും, അത്രേ ഉള്ളൂ. ഇനി ചോദിച്ചാൽ അടിക്കും, അത്രേ ഉള്ളൂ. അതൊരു പെർഫോമൻസ് റൈറ്റാണ്. ഇവിടെ CPM ചെയ്യാം, കോൺഗ്രസിന് ചെയ്യാം, BJPക്ക് ചെയ്യാം. ആളില്ലാത്ത കേരള കോൺഗ്രസിന് വരെ ഇവിടെ ഹർത്താൽ നടത്താം. ദളിതർ നടത്താൻ മതി. 60 ലക്ഷം ദളിതർക്ക് ഹർത്താൽ നടത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോമൻസ് റൈറ്റ് തരികയെന്നാണ് ഈ പറയുന്നത്. നിങ്ങൾക്കങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ സമൂഹം ആ പെർഫോമൻസിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ അഹങ്കാരമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ സുശീലൻ ഭാഗവതർ മുതൽ അയ്യങ്കാളി വരെ അഹങ്കാരികളായിട്ടാണ് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ കലാപകാരികളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അയ്യങ്കാളി ആരെയും തല്ലാനൊന്നും പോയിട്ടില്ലെന്ന് അവിടെ എന്നപ്പോൾ പുള്ളിയെ തല്ലാൻ വന്നവരെ അടിച്ചു ഓടിച്ചിട്ടുണ്ടോ? അതല്ലാതെ അദ്ദേഹം ആരെ അങ്ങോട്ട് കരുതി കൂടി തല്ലാൻ പോയതായിട്ട് ചരിത്രമില്ല. കൊയ്യിലപ്പച്ചൻ്റെ അനുയായികൾ പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ പിടിച്ചെടുത്ത് അവിടെ സംഘർഷം ഉണ്ടാകുന്നത് കൊയ്യിലപ്പച്ചൻ നിങ്ങളിങ്ങോട്ട് പോരും, ഇതിനേക്കാൾ വലിയൊരു ലോകം ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞത്. പണ്ട് ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരാരും കലാപം നടത്തിയല്ല, അങ്ങനെ വെറുതെ പറയുന്ന അതൊക്കെ. യഥാർത്ഥത്തിൽ ഈ പെർഫോമൻസ് റൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സുശീലൻ ഭാഗവതരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് വായിച്ചിരുന്നു സുശീലൻ ഭാഗവതർ ഒരു അഹങ്കാരം. അത് സിംഗമനക്കാരുടെ യോജിച്ച് നോക്കും, പുറപ്പാടവർ പറയും അങ്ങനെയായിരുന്നു. കാരണം നമ്മളുടെ പ്രവൃത്തി മാത്രമാണ് ഈ കീഴ്ത്തട്ടിൻ്റെ പെർഫോമൻസ് ആയിട്ടല്ല കാണുക, അതൊരു അഹങ്കാരമായിട്ടാണ് കാണുന്നത്. ഞാനൊരു ഉദാഹരണം,
കോട്ടയം പട്ടണത്തിൽ ഞാൻ കയ്യിൽ കൊണ്ടെടുത്ത് നിൽക്കുക, എന്തായിരിക്കും സമൂഹത്തിനുള്ള പ്രതികരണം? പെർഫോമൻസ് റൈറ്റാണ്, എനിക്ക് കയ്യിൽ കൊണ്ടെടുത്ത് നിൽക്കാമല്ലോ. കാണുന്നവൻ്റെ ഒരു അഭിപ്രായം എന്തായിരുന്നു? അയാൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ജോലിയൊക്കെ ഉള്ളതായിരുന്നു, അയാൾക്ക് ഒരു നല്ല മുണ്ടൊക്കെ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ, അങ്ങനെയല്ലേ ചോദിക്കും. പക്ഷേ ഒരു സവർണ തറവാട്ടിലെ എൻ്റെ പ്രായമുള്ള ഒരാൾ ഒരു കയ്യിൽ കൊണ്ടൊക്കെ കൊടുത്ത് നിന്നാൽ സമൂഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അവൻ ഇതെല്ലാം ഉണ്ടല്ലോ, അവൻ അത്ര സിമ്പിളാണെന്നറിയാം, അവൻ കയ്യിൽ കൊണ്ടെടുത്തുകൊണ്ട് നിൽക്കുന്നതാണ്. ഈ പണി നടക്കുകയാണ് ഞങ്ങൾ ഈ പറയണത്. ഈ പണി നടക്കില്ലെന്നേ. ഇത് എത്ര കൊല്ലമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട്, നൂറ്റാണ്ടുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ എന്ത് ചെയ്താലും കുറ്റം. ഇത്രയും നാൾ നിങ്ങൾ ഈ കേരളത്തിലെ പൊതുസമൂഹവും രാഷ്ട്രീയക്കാരും അവർ സംഘടിച്ചില്ലെന്ന് പറയും. ഞങ്ങൾ സംഘടിച്ച് കർത്താൻ നടത്തിയപ്പോൾ പറയും അതാണ് അക്രമം കാണിക്കുകയാണ്. ഞങ്ങൾ എന്നാ ചെയ്യണം? ഞങ്ങൾ അറബിക്കടൽ ചാകണം. ഇതെന്തൊരു സമൂഹമാണെന്നേ. അതാ ഭാഗവതര് ചോദിക്കാൻ ശ്രമിച്ചത്. അതവിടേക്ക് അഹങ്കാരം എല്ലാവർക്കും തോന്നി. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, സുശീലൻ ഭാഗവതരുടെ ജീവിതത്തെ അദ്ദേഹത്തിന് കലാത്മകമായ കലാജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ കാണുന്നത്. ഇത്രയും പ്രഗത്ഭനായ ഒരു പാട്ടുകാരൻ എന്തുകൊണ്ടാണ് ആ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാതെ പോയത് എന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായൊരു തീരുമാനമല്ല. സാമൂഹികമായ സമ്മർദ്ദങ്ങളിൽപ്പെട്ടാണ് അദ്ദേഹം സാമുദായിക പ്രവർത്തനം വഴി തിരിഞ്ഞു പോകുന്നത്. പാടണം തന്നെയാണ് ഒരു കലാകാരൻ എന്നത് ചാച്ചൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സ്വസ്ഥത നമുക്ക് കിട്ടത്തില്ല. നിങ്ങളെ ചിന്തിക്കത് പറയുന്നത് പൊട്ടില്ല എന്ന് പറയുമ്പോൾ കണക്കിൽ ഇവർ ഭയങ്കര ആശാന്മാരാണ്. അങ്ങനൊരു പൊതുധാരണ പട്ടന്മാർ കണക്കിൽ ഭയങ്കര ആശാന്മാർ, ബ്രാഹ്മണർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ്. ഇതൊക്കെ നമ്മുടെ ഒരു സംഭവം. ഇതെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ബുദ്ധിയുണ്ട് കേട്ടോ. ബുദ്ധിയില്ലെന്ന് നമ്മൾ പറയണം. അവർക്ക് ബുദ്ധി, അവരുടെ ഇടയിൽ മന്ദബുദ്ധികളുമുണ്ട്, അവർക്ക് ബുദ്ധിയുള്ളവരുമുണ്ട്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദളിത് സെക്ഷൻ എന്ന് പറയുന്നത് സോഷ്യലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മനുഷ്യരാണെന്ന്. സാമൂഹികമായി എപ്പോഴും നിരന്തരമായി ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്ന മൈൻഡാണുള്ളത്. അപ്പം അത് പരിഹരിച്ചത് ഈ ഒരു പുതിയ തലമുറയാണ്. പണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു അരി മേടിക്കാൻ എവിടെ പോകണമെയോ ഏത് പാട്ട് പണിക്ക് പോകണമെന്ന് ആലോചിച്ച് നടക്കുന്നത് വേറെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. അവരതിലേക്ക് തന്നെ സഞ്ചരിക്കത്തേ ഉള്ളൂ. അതല്ലാതെ പഠിച്ച് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി തിരിച്ചു വന്ന് കുറച്ച് സ്വസ്ഥതയോടെ ഇരിക്കാൻ പറ്റിയൊരു തലമുറ നമുക്കിടയിൽ രൂപപ്പെട്ടപ്പോഴാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സമുദായം എന്ന വാദമൊക്കെ ശക്തിപ്പെട്ടത് നമ്മൾ മറക്കരുത്. അപ്പോൾ പൈസ ഉണ്ടാക്കണം കേട്ടോ. എന്നാണ് സുശീലൻ ഭാഗവതരുടെ ജീവിതത്തിൽ ഞാൻ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം. പൈസ ഉണ്ടാക്കണം, മറ്റുള്ളവരെ പോലെ തന്നെ അന്തസ്സായി ജീവിക്കുവാനും നമ്മുടെ പെർഫോമൻസ് റൈറ്റ് വർദ്ധിക്കുവാനും പറ്റാൻ പറ്റും. നമ്മളെപ്പോഴും ഈ കാസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം അത് മുകൾ തട്ടിലെ കാസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഒരിക്കലും പരിശോധിക്കാറില്ല. കീഴ്ത്തട്ടിലെ കാസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ആ കാസ്റ്റ് പഠനങ്ങളുടെ ഒരു ദുരിതം. മുകൾ തട്ടിൽ കാസ്റ്റ് എന്ന് പറയുന്ന പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ജാതി എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നു. എഴുത്തിലില്ല, അല്ലെങ്കിൽ കലയിലില്ല, സാഹിത്യം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്ഥലത്തുമുണ്ട്. ഈ കർണാട്ടിക് സംഗീതത്തിലെ ജാതിയെക്കുറിച്ച് പറയുന്ന ഒരു പാട്ടുകാരനുണ്ട്. അയാളും ബ്രാഹ്മണനാണ്. അയാൾ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ മൃദംഗം ഉണ്ടാക്കുന്നത് പശുവിൻ്റെ വളരെ നേരിയമായ തൊലി എടുത്തിട്ടാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ പട്ടന്മാർക്ക് കൊണ്ട് പശുക്കളെ തൊലി കൊണ്ട് കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം തൊലി കൊടുത്തിട്ട് ശരിയാവുന്നില്ല. ഈ തൊലി പോരാ, ഇതിനേക്കാൾ നൈസായ സാധനം വേണം ഇങ്ങനെ പറഞ്ഞു കൂടെ വിട്ടു. ഏറ്റവും സ്ഥലത്ത് ഒരു പശുവിന് കിടാവിനെ തന്നെ കൊണ്ടുപോകും. ഇതിൽ നിങ്ങളെങ്ങനെയാണ് തൊലി എടുത്തത്? ഈ ഗോ സംരക്ഷകരായി പശുവിന് തൊലിയെടുത്ത് ഡങ്കട അടിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ അത് വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് അത് ഇതൊക്കെ നിന്റെ കയ്യിൽ നിൽക്കട്ടെ എന്ന് പറയുന്ന കാലത്തെ ആ വെളിവ് വേണം അപ്പത്തെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകളിൽ ജാതിയില്ല, മുകളിലുള്ളവരെല്ലാവരും പൗരന്മാരാണ്, നമ്മൾ ജാതിയെ ചുമന്ന് നടക്കുന്ന കുറേ വികൃത ജന്തുക്കളാണെന്നുള്ളതാണ് ഈ ഭാവന. അതങ്ങനല്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്താലും കുറ്റമായി മാറുന്ന ഒരു യുക്തി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ യുക്തിയിൽ നമ്മൾ സുശീല ഭാഗവതരുടെ ജീവിതത്തെ അളക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. ജീവിത തകർച്ചയും പിന്നോട്ടടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ജീവിതത്തിന് വലിയൊരു അർത്ഥമാണ്. ഒരു സബ്ജക്റ്റായി കേരള ചരിത്രത്തിൽ അടയാളപ്പെട്ട ഒരാളാണ്. ആ സബ്ജക്റ്റിവിറ്റിയെ മനസ്സിലാക്കുന്നതിന് പകരം അഹങ്കാരമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് സംഘടന വളരുന്നു, അയാൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു, ഇങ്ങനെ വല്ലാതെ ദ്രോഹിക്കപ്പെടുന്നുണ്ട്. ഇതാ കാര്യം. ഞാൻ അങ്ങനെ വലിയ നേതാവാണ്, എന്നാൽ പിന്നെ ആവാനെ ശരിയാക്കിയിട്ടുള്ളൂ എന്ന് തീരുമാനിക്കും. ഇതാ കാര്യം. ഇങ്ങനെ തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് ഇത് സബ്ജക്റ്റിവിറ്റിയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അങ്ങനെ അവനെ പരാജയപ്പെടുന്നതെന്ന് തോന്നിയില്ല. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പെർഫോമൻസ് റൈറ്റ് എടുത്ത് വീശിയതോടെ സവർണ സമൂഹത്തിന് ഭ്രാന്തായി തുടങ്ങി. അതങ്ങനെയാണ്. സവർണത നമ്മൾ കാണുന്നതാണ്. യൂന്നുപാറപ്പണിക്കൊക്കെ പോകാനാണ് പോയി. ഒരു പുലിയെക്കുട്ടി പള്ളിക്കൂടത്തിൽ കയറി നിന്ന് അറിഞ്ഞിട്ട് പുള്ളിയുടെ ബോധം പോകുമായിരുന്നു. പിന്നെ ഒരിക്കലും ബോധം തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ അവിടെ കിടന്ന് മരിച്ചു പോവുകയും. പുള്ളി അങ്ങനെ വിചാരിക്കുന്നത് പുള്ളിയെ കുട്ടി സ്കൂളിൽ കയറിയാൽ ലോകം അവസാനിക്കാൻ പോകാനാണ് ആ മനുഷ്യൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ബോധം എങ്ങനെയാണ് പോകാതിരിക്കുന്നത്? കുറച്ച് ബോധം ഉള്ളതുകൊണ്ട് അത് പിന്നെ തിരിച്ചു വരില്ല. പുള്ളി അവിടെ കിടന്ന് മരിച്ചു. ഇതാണ് ജാതി എന്ന് പറയുന്ന സാധനം. ഇതിനെ മുറിക്കാനാണ് ഭാഗവതർ ജീവിതത്തെ ഹോമിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിസാര ജീവിതമാണ്, ഒരു ഇതിഹാസ തുല്യമായ ജീവിതമാണ്. ഒരുപക്ഷെ ജാതി എന്ന് പറയുന്ന ഒരു സംവിധാനം, ഇത്രയും ഡീമോറലൈസ് ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ത്യക്കകത്തില്ലായിരുന്നുവെങ്കിൽ ലോകമറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറേണ്ട ഒരു മനുഷ്യനെയാണ് ഈ സമൂഹം തിന്ന് ഇല്ലാതാക്കിയത് എന്ന് തന്നെ നമ്മൾ റീഡ് ചെയ്യണം, മനസ്സിലാക്കണം. അദ്ദേഹത്തോടെ എല്ലാ ആദരവുകളെയും എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും രേഖപ്പെടുത്തുകയും